ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് പോയാലോ? നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിലേക്ക് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ അനിയനെയും നന്ദുവിനെയും കൂടെ നമ്മുടെ ആദർശും നയനയും കൂടെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് അനീനെ വീട്ടിലോട്ടും വിട്ട് നന്ദുവിനെ വീട്ടിൽ കൊണ്ടൊക്കെ ആക്കി. അതിന് ശേഷമുള്ള ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അനി അനന്തപുരി തറവാട്ടിലെത്തി നമ്മുടെ ദേവയാനി കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റേതായ കുറേ വിഷമങ്ങളൊക്കെ ദേവയാനിയോടും പറഞ്ഞു. വല്യമ്മയുടെ അടുത്ത് പറയേണ്ട കാര്യം എന്നാന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ മനസ്സാരും കാണുന്നില്ല എന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ദുരന്തം വന്നത് ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ട്, ഇനി ഒരു ദുരന്തം എനിക്ക് ഏൽക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് അനി പറയുന്നത്. എന്നിട്ട് അവൻ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരുന്ന് സെറ്റിയിലിരുന്ന് ഇങ്ങനെ അനിയായിട്ടിരുന്ന ആ നിമിഷം, നമ്മുടെ അനിയും നന്ദുവും കൂടെ ഒരുമിച്ചിരുന്ന ആ നിമിഷങ്ങളൊക്കെ അവൻ കേൾക്കാൻ ഇന്നുവരെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ നന്ദു അനിയുടെ അടുക്ക പറഞ്ഞത്. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ഇങ്ങനെ ഓർത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ആദർശും നയനയും നന്ദുവിനെ വിട്ടിട്ട് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിട്ട് അനിയനോട് ചോദിക്കും, എന്താണ് പകൽ സ്വപ്നം കാണുകയാണോ? ഞാൻ വെറുതെ ഇരുന്നാലും കുഴപ്പമാണോ ആദർശ് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയനയും ആദർശും കൂടെ കുറേ ഉപദേശം അങ്ങ് കൊടുക്കുകയാണ്. അവർ പറയുന്നുണ്ട്, നീ ഇനിയെങ്കിലും നന്ദുവിൻ്റെ പുറകെ നടക്കുന്ന ഒന്ന് ഒഴിവാക്കുക, അവൾക്ക് ആ സി എയുടെ കല്യാണം ഞങ്ങൾ ഉറപ്പായിട്ടും നടത്തും. അയാൾ ശരിക്കും ബോർനാണെന്ന് അനി പറയുന്നത്. ബോർനായിക്കോട്ടെ, എന്നിരുന്നാലും ഞങ്ങൾ ആ കല്യാണം, അവളുടെ സീനിയറായിട്ടുള്ള ഒരു ഓഫീസറാണ്, അപ്പോൾ എന്തായാലും ഞങ്ങൾ നടത്തുമെന്ന് പറയുന്നുണ്ട്. അവളുടെ ഇഷ്ടം നിങ്ങൾ ചിന്തിച്ചോ, അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് അവളെ സമ്മതിപ്പിച്ചോളാം, നീ അതിൻ്റെ ഇടയിൽ ഒരു ഇതായിട്ട് പോയി നിൽക്കാണ്ടിരുന്നാൽ മതിയെന്ന് നന്ദു ആദർശം പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഞാൻ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാണ്ട് എന്തോ ആലോചിക്കണം. അപ്പോൾ ആദർശ് വീണ്ടും ചോദിക്കണം, നീ എന്താ ആലോചിക്കുന്നത്? അത് കൊള്ളാം, മിണ്ടാതിരുന്നാലും കുറ്റമാണല്ലോ ആദർശ് ചേട്ടാ, എന്താണിത്? എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടത്തിക്കൂടെ? നീ എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? നിൻ്റെ ചെകിടത്തടിച്ചവനെ പോയി കണ്ടിട്ടാണ് ഞാൻ വന്നത്, ആ സി എ. പിന്നെ നന്ദുവിനെ കല്യാണം കഴിക്കുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു കൊടുത്തില്ല, എങ്കിലും ഞാൻ അയാൾക്ക് നല്ല രീതിയിൽ സംസാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ അയാൾ പറയുന്നതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നീ മനസ്സിലാക്കണം. അയാളുടെ ഭാഗത്താണ് ന്യായം. അയാൾ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ പുറകെ ഇങ്ങനെ വീണ്ടും 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 ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യണേ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്നുണ്ട്. അനിക്ക് അതിനൊന്നും മറുപടിയില്ലാതെ അനി മിണ്ടാണ്ട് നിൽക്കുന്നു. അങ്ങനെ നന്ദുവും നയനയും ആദർശും കുറേ കാര്യങ്ങൾ പറഞ്ഞ് അനീനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടെ അവൻ വേറെ ഏതോ സ്വപ്ന ലോകത്തെന്ന മട്ടിലാണ്. എന്നിട്ട് ആദർശ് കടന്നു പോകണം. എന്നിട്ട് നമ്മുടെ നന്ദുവിനോ നയനോട് അനി ചോദിക്കുന്നുണ്ട്, നയനേട്ടത്തേക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് മോനെ നിനക്ക് പറ്റിയത്? നിനക്ക് എല്ലാവരും വിഷമിപ്പിക്കാണ്ട് ഇരുന്നൂടെ? എന്തിനാണ് മറ്റുള്ളവരെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ നമുക്കുണ്ട്, പിന്നെ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞ് നയനയെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ആരും മനസ്സിലാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനിയും തിരിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കണ എന്നാന്ന് വെച്ചാൽ, അന്ന് രാത്രിയിൽ അനിയും നന്ദുവും കൂടെ ഫോണിൽ സംസാരിക്കുകയാണ്. അവരവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ്, അവരാരും സമ്മതിക്കുന്ന മട്ടൊന്നും ഇല്ല, എന്താണ് അനി ചെയ്യണമെന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും നീ ധിക്കരിക്കുമോ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സി ഐ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് നമ്മുടെ നന്ദുവിനെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വിളിച്ചപ്പോഴും നന്ദുവിൻ്റെ ഫോൺ ബിസിയാണ്. അപ്പോൾ സി ഐക്ക് ദേഷ്യം വരണേ, ഇവിടെ ആരെയാണ് ഈ നട്ടപ്പാതിരയ്ക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ പുറത്തോണ്ടിരിക്കുമ്പോൾ സി ഐക്കുള്ള ഫുഡുമായിട്ട് ഒരു കോൺസ്റ്റബിൾ വരികയാണ്. അപ്പം ഇതാരാണെന്നൊന്ന് തിരക്കണം. എനിക്ക് ഡയറക്റ്റ് പോയി തിരക്കാൻ പറ്റില്ല, കാര്യം SI നന്ദു ആണല്ലോ, അതുകൊണ്ട് ഒരു മോശമാണ്. എൻ്റെ ആ പോലീസുകാരനോട് CA ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും സൈബർ സെല്ലിൽ പരിചയമുണ്ടെങ്കിൽ ഒന്ന് തിരക്കാവോ? എനിക്ക് പരിചയമുണ്ട് സാർ, ഞാൻ തിരക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ പോവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, മുത്തശ്ശൻ ഈ അനിയും നമ്മുടെ ആദർശും നമ്മുടെ നയനയെ സംസാരിക്കുന്നതെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ആദർശ് ഇങ്ങനെ ആ പോലീസുകാരനെ കാണാൻ പോയി എന്നും അയാളടുത്ത് ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചു, പക്ഷേ അയാൾ പറയുന്ന ഭാഗത്ത് ന്യായമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ സംസാരിച്ചത് മുത്തശ്ശൻ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദർശനെ മുത്തശ്ശൻ്റെ റൂമിലോട്ട് വിളിച്ചിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നീ അവിടെ ചെന്നിട്ട് നീ പറഞ്ഞോ ആ CAയുടെ അടുത്ത്, അനീനെ ഇനി ഇതിൻ്റെ പേരിൽ വേണമെങ്കിൽ എടുത്ത് കസ്റ്റഡിയിലിട്ടോണം, ഇനി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കസ്റ്റഡിയിലിട്ടോളാം നീ പറഞ്ഞോ എന്ന് പറഞ്ഞു എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആണോ മോളെ അവൻ അങ്ങനെയാണോ അയാളടുത്ത് സംസാരിച്ചത്? അപ്പോൾ നയന പറഞ്ഞു,
പറഞ്ഞു ഞാനും നന്ദും കാറിലായിരുന്നു മുത്തശ്ശ, ആദർശേട്ട മാത്രമേ പോയുള്ളൂ. അപ്പോൾ ആദർശ് കാര്യം പറയുന്നുണ്ട്, ഞാൻ ആ രീതിയിൽ മുത്തശ്ശൻ പോയ അതേ ദേഷ്യത്തിന് തന്നെയാണ് പോയത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്ക് ആൾ അത്ര വലിയ ഇതൊന്നുമില്ല. അയാൾക്ക് ആ ചെയ്തു പോയ കാര്യത്തിൽ ഒരു തെറ്റുണ്ട്. മുത്തശ്ശനോട് നേരിട്ട് മാപ്പ് പറയാൻ ഇറങ്ങിയ സമയത്താണ് മുത്തശ്ശൻ വന്നതെന്നും പിന്നെ ഇതിൻ്റെ സീരിയസ്നെസ് അയാൾ പറയുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അനിയുടെ വിവാഹം ഡൈവേഴ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ നിൽക്കെ നിലവിലുള്ള ഭാര്യ ഒരു പെറ്റീഷൻ കൊണ്ടുവന്നാൽ അതിന് വേറെ വകുപ്പാണ്. അത് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ആദർശിന സിയെ. അപ്പോൾ അതിലും കാര്യമുണ്ട് മുത്തശ്ശൻ, നമുക്ക് അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാൻ പറ്റില്ല. പിന്നെ നന്ദുവിന് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാളും കൂടെ ആണല്ലോ. അപ്പോൾ ആ ഒരു അകലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുത്തശ്ശൻ സംസാരിച്ച അതേ ടോണിൽ സംസാരിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, മുത്തശ്ശൻ ഞാനും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നവ്യേച്ചിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നവ്യ കേൾക്കും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, കേട്ടാൽ മതിയായിരുന്നു. കാര്യം ഇനി അനിയുടെ കാര്യം ശ്രദ്ധിക്കണം. ഒരു 2-3 കൊല്ലത്തേക്കൊക്കെ അവനെ ഇനി വേറൊരു വിവാഹത്തിലേക്ക് നിർബന്ധിക്കുകയേ വേണ്ട. അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് വരട്ടെ. അപ്പോഴേക്കും അവനൊരു മൈൻഡും ഒന്ന് ഓക്കെ ആയി വരും എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. എന്തായാലും പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ മനസ്സിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും പ്രേമമുണ്ടെങ്കിൽ അവരത് പല രീതിയിലും വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കും, കിട്ടാണ്ട് വന്നു കഴിഞ്ഞാൽ ആൺകുട്ടികളെ കാട്ടില്ല എന്നിങ്ങനെ നയനയുടെ അടുത്ത് പറഞ്ഞപ്പോൾ നയന പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാൻ മുത്തശ്ശ, നമ്മുടെ നന്ദുവിനോട് ഈ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സിയയുടെയും നന്ദുവിൻ്റെയും കല്യാണം ഉറപ്പിക്കാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പോവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞതിലും കാര്യമുണ്ട്, നവ്യയുടെ ഉള്ളിൽ നല്ല പോലെ ഉണ്ട് നമ്മുടെ അനി, അപ്പോൾ അത് മാറ്റിയെടുക്കണം. അപ്പോൾ നയന പറഞ്ഞു, അത് ശരിയാ ആദർശേട്ടാ, അവളെ മനസ്സിൽ നല്ലപോലെ അനിക്ക് സ്ഥാനമുണ്ട്, അത് മാറ്റിയെടുക്കണമെന്ന് നമ്മുടെ ആദർശനോട് നയന പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനിയും ജലജയും ജാനകിയും കൂടെ സംസാരിക്കുകയാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല എന്നാൽ അവൻ്റെ വല്യമ്മ പറഞ്ഞാൽ അവൻ എന്തും കേൾക്കും എന്നാൽ ദേവയാനി ആണ് പറയുന്നത്. ദേവയാനിയെ അടുത്ത് നമ്മുടെ ജാനകി പറയുകയാണ്, അനി ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഏട്ടത്തി പറഞ്ഞാൽ കേൾക്കും, എന്നാൽ ഏട്ടത്തി ഒന്ന് ഉപദേശിക്കുക കൂടെ ചെയ്യില്ല അവനെ, എന്താണിതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ദേവയാനി നമ്മുടെ ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി അവൻ ഈ രീതിയിലൊന്നും വഴി തെറ്റിപ്പോവില്ലായിരുന്നു. അനാമികയുടെ സ്ഥാനത്ത് നന്ദുവാണ് വന്നിരുന്നെങ്കിൽ ഇന്ന് അവൻ്റെ ജീവിതം ആദർശിനെക്കാട്ടിലും നല്ലൊരു ജീവിതമായിരുന്നേനെ. അതായത് ഇനി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കണമെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കണമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ പലതും നടക്കുമെന്ന് ജാനകി പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ശരി അവൻ്റെ ഈ പോക്ക് നല്ലതിലേക്കല്ല, നീ ഒന്ന് ആരാണെങ്കിലും ഉപദേശിച്ച് അവനെ ഒന്ന് നേരെയാക്കണമെന്ന് ജലജയും പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആദർശും നൈനയും കടന്നു വരുന്നുണ്ട്. അവരും പറയുന്നുണ്ട്, അവരുടെ അടുത്ത് നമ്മുടെ ജാനകി ചോദിക്കുന്നുണ്ട്, ആദർശ് അവൻ്റെ മുഖത്തെ അടിച്ച കരിവാളിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല, എന്നിട്ട് നീ എന്തെങ്കിലും ചെയ്തോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മായി അപ്പച്ചി ഞാൻ ആ CA പോയി കണ്ടിട്ട് പക്ഷേ അയാളുടെ അടുത്ത് ആ രീതിയിൽ നമുക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാനായിട്ട് പറ്റില്ല. കാര്യം അയാൾ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. യവൻ കയറരുത്, നന്ദുവിൻ്റെ പുറകെ നടക്കരുതെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. എന്നിട്ട് പറയുന്നുണ്ട്, ഈ നന്ദുവിൻ്റെ ജീവിതം ഒന്ന് ഉഷാറായെങ്കിൽ അനിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നേനെ. അപ്പോൾ നമ്മുടെ ജാനകി ചോദിക്കുകയാണ്, നീ ഈ CA കല്യാണം നടക്കും എന്ന് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ അത് നടക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? കാര്യം അവളുടെ മനസ്സിൽ എന്താണെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജലജ പറയുന്നുണ്ട്, നിന്നെ കണ്ടാണല്ലോ നിൻ്റെ അനിയൻ പഠിക്കുന്നത്, എന്നിട്ട് നീ ഇതാണോ നിൻ്റെ അനിയൻ പഠിച്ചു വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ കളിയാക്കും കണക്കാണ് ജലജയും ജാനകിയും പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയുകയും വേണ്ട, എന്ന് വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഒരു അവിഹിതം ഉണ്ടെന്നുള്ള മട്ടിലുള്ള ഒരു കുത്താണ് നമ്മുടെ ആദർശനിട്ട് കൊടുത്തത്. അപ്പോൾ നമ്മുടെ നയന പറഞ്ഞു, അപ്പച്ചി പറയുമ്പോൾ തിരിച്ച് ഞാൻ അതുപോലെ മറുപടി പറഞ്ഞാൽ അപ്പച്ചിക്ക് അത് വിഷമോ, അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന രീതിയിലുള്ള മറുപടി പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ജലജ പറയുന്നുണ്ട്, നീ കുറേ ആയല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഇപ്പോൾ പറയുന്നേ പറഞ്ഞാലല്ലേ കാര്യങ്ങൾ അറിയുള്ളൂ, എന്താണെങ്കിലും പറഞ്ഞു. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത് പോലെ നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നത്
താങ്ങാൻ പറ്റില്ല, കാര്യം അതങ്ങനെയാണ് മനുഷ്യരുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലൊരു വാക്ക് തർക്കമുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ആദർശിനോട് നയനോട്, മക്കളെ നിങ്ങൾ കയറി പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അനിയുടെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഇത് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഒരു വശത്ത് അനിയുടെ അമ്മ സമ്മതിക്കുന്നില്ല, ബാക്കിയുള്ളവർക്കും ഇഷ്ടമല്ല, നവ്യയ്ക്കും നയനയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇഷ്ടമല്ല. കാരണം 2 പെൺകുട്ടികൾ ഒരു കുടുംബത്ത് വന്നു, മൂന്നാമതൊരാളും കൂടെ വരിക എന്ന് വെച്ചാൽ അത് ഒട്ടും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല. ആ 2 പേരുടെ കല്യാണം തന്നെ നടന്നതിൻ്റെ രംഗങ്ങൾ ഓർത്ത ഒരു അന്തവും ഇല്ലാത്തൊരു കേസാണ്. അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും ജീവിതത്തിൽ എന്തെല്ലാം മറിമായങ്ങളാണ് വരുന്നതെന്ന് നോക്കുക. അതിനിടയിൽ നമ്മുടെ പോലീസ് CI ആ ഒരു പോലീസുകാരനോട് പറഞ്ഞിരുന്നല്ലോ ഈ അനി നന്ദു ആരെയാണ് ഈ രാത്രി വിളിച്ചുകൊണ്ടിരുന്നതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ആ പോലീസുകാരൻ വന്ന് നമ്മുടെ CIയോട് പറയുന്നുണ്ട്, സാറേ നമ്മൾ സംശയിച്ചതുപോലെ ആ അനിയെന്ന് പറഞ്ഞ പയ്യനുമായിട്ടാണ് നന്ദു ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തെളിവുണ്ട് സാറേ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ആ നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് ദേഷ്യം അങ്ങോട്ട് കയറി വരാട്ടോ. അവൾ എൻ്റെ കൂടെ വിവാഹം ആലോചിച്ച് വെച്ചിട്ട് പിന്നെ അവൾ വേറൊരു അനിയനെയും വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി അനിക്കെതിരെ ഇയാൾ എന്ത് നടപടിയാണ് മുന്നോട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇയാൾ അനിക്കെതിരെ ഒരു കേസ് എടുക്കുന്നുണ്ട്, അതിന് അനാമിക കൊടുക്കുന്നതാണോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ നോക്കാം നമുക്ക്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് നമ്മുടെ പത്രമാറ്റ് സീരിയലിൽ വരാനിരിക്കുന്നത്. എല്ലാവരുടെയും മാക്സിമം ഒരു സപ്പോർട്ട് നമ്മുടെ ചാനലിന് തരിക, സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ കൊടുക്കുക, എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കമൻറ്റ് ചെയ്തും കൂടെ ഇങ്ങനെ പോരും കേട്ടോ. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.